ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. തൃപ്പൂണിത്തറയിൽ നടി ശ്വേതാ മേനോനെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ച് ബി.ജെ.പി. ശ്വേതാ മേനോൻ ഇതുവരെ സമ്മതം നൽകിയിട്ടില്ല. ഗായകൻ മധു ബാലകൃഷ്ണനെ സമീപിച്ചിരുന്നെങ്കിലും താല്പര്യമില്ലെന്ന് അറിയിക്കുകയായിരുന്നു. എറണാകുളത്തെ 8 സീറ്റുകളിൽ 20-20 മത്സരിക്കും. 3 സീറ്റിൽ ബി.ജെ.പിയും 3 ബി.ഡി.ജെ.എസും മത്സരിക്കാനാണ് നീക്കം. ലേബി സുരേന്ദ്രൻ വിവരങ്ങളുമായി. ലേബി, ഇപ്പോൾ ബി.ജെ.പി സെലിബ്രിറ്റികളെ തിരഞ്ഞുപിടിക്കുകയാണോ? നേരത്തെ മധു ബാലകൃഷ്ണൻ താനില്ല എന്നുള്ള കാര്യം നമ്മളോട് തന്നെ പ്രതികരിച്ചിരുന്നു. തന്നെ സമീപിച്ചിരുന്നെന്നും തനിക്ക് താല്പര്യമില്ല എന്നും. അതിനുശേഷം ശ്വേതയിലേക്ക് പോവുകയാണോ? എന്താണ് ശ്വേതയുടെ മനസ്സിൽ? അറിയാനാകുന്നുണ്ടോ ലേബി? സ്മൃതി, ബി.ജെ.പി ഏറ്റവും ശ്രദ്ധ വഹിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃപ്പൂണിത്തുറ. അതുകൊണ്ട് തന്നെ തൃപ്പൂണിത്തുറയിൽ വളരെ സൂക്ഷിച്ചാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത്. ഒരു സെലിബ്രിറ്റിയെ കളത്തിലിറക്കാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ശ്വേതാ മേനോനെ മത്സരിപ്പിക്കാനുള്ള ആലോചന നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ശ്വേതാ മേനോനുമായോ അവരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളോ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്നാണ് ബി.ജെ.പി കേന്ദ്രങ്ങൾ പറയുന്നത്. എന്നാൽ ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല ശ്വേതാ മേനോൻ എന്ന് പറയുന്നു. ഏതായാലും ശ്വേതാ മേനോനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നു എന്നാണ് ബി.ജെ.പി ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. ശ്വേതാ മേനോൻ നടി എന്ന നിലയിൽ മാത്രമല്ല, ഇപ്പോൾ താരസംഘടനയുടെ അമ്മയുടെ അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ടും വളരെ ശ്രദ്ധേയമായ ഒരു സാന്നിധ്യമായി അവരെ മാറ്റാൻ സാധിക്കുമെന്ന് ബി.ജെ.പി പ്രതീക്ഷിക്കുന്നു. എന്നാൽ ശ്വേതാ മേനോൻ ഇത് സംബന്ധിച്ചുള്ള പ്രതികരണം നൽകിയിട്ടുമില്ല എന്ന് പറയുന്നു. ഇന്ന് നമ്മൾ ശ്വേതയുമായി ബന്ധപ്പെട്ടു. ശ്വേത കൊച്ചിയിൽ നിന്ന് മുംബൈയിലേക്കുള്ള യാത്രയിലാണ്, ഫ്ലൈറ്റിലാണ്. അതിനു മുമ്പാണ് നമുക്ക് സംസാരിക്കാൻ സാധിച്ചത്. ശ്വേത പറയുന്നത് നേരിട്ട് ഇത്തരമൊരു ആശയവിനിമയം ബി.ജെ.പി നേതാക്കൾ നടത്തിയിട്ടില്ല. എന്നാൽ നേരിട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ മത്സരിക്കുമോ എന്നുള്ള നമ്മുടെ ചോദ്യത്തിന് മറുപടി ചിരി മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ശ്വേതയുടെ മനസ്സ് എന്താണെന്ന് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കില്ല. ശ്വേതാ മേനോനെ കളത്തിൽ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു പൊളിറ്റിക്കൽ ഫൈറ്റിന് അപ്പുറത്തേക്ക് ഒരു സാംസ്കാരിക മണ്ഡലം കൂടിയാണ് തൃപ്പൂണിത്തുറ നഗരം എന്നൊക്കെ പറയുമ്പോൾ ഒരു സാംസ്കാരിക നഗരിയാണ്. അതുകൊണ്ടായിരിക്കണം ബി.ജെ.പി അത്തരത്തിലുള്ള ആലോചന നടത്തുന്നത്. ഏതായാലും ശ്വേത മനസ്സ് തുറന്നിട്ടില്ല. അതുമാത്രമല്ല, നേരത്തെ തന്നെ ആദ്യം സംവിധായകൻ മേജർ രവിയുടെ പേര് വന്നു. മേജർ രവി ഒറ്റപ്പാലത്തേക്ക് പോകാനുള്ള താല്പര്യം കാണിച്ചു. അതിനുശേഷം അഞ്ജലി മേനോന്റെ പേര് ഉയർന്നു കേട്ടു. പിന്നീട് മധു ബാലകൃഷ്ണനെ ബി.ജെ.പി സമീപിക്കുക തന്നെ ചെയ്തു. എന്നാൽ മത്സരത്തിനില്ല എന്ന് മധു ബാലകൃഷ്ണൻ പറയുകയായിരുന്നു. ഏതായാലും ഇത്തരത്തിൽ സെലിബ്രിറ്റികളെ പരീക്ഷിക്കാനുള്ള നീക്കം നടത്തുന്നു. അതല്ല, തൃപ്പൂണിത്തുറ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തേക്ക് പൊളിറ്റിക്കൽ ഫൈറ്റ് നടന്നിട്ടുള്ള സ്ഥലമാണ്. കഴിഞ്ഞ തവണ 2016-ലും 2021-ലുമാണ് രാഷ്ട്രീയ മത്സരം ശക്തമായി നടന്നതും വോട്ട് കൂടുതൽ ബി.ജെ.പി പിടിച്ചതും. 2016-ൽ തുറവൂർ വിശംബരൻ 29,000 വോട്ട് പിടിച്ചൊരു സ്ഥലമാണ്. കെ ബാബുവിന്റെ തോൽവിക്ക് ചെറിയൊരു കാരണമായി അത് മാറുകയും അന്ന് ചെയ്തിരുന്നു. 2021 ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ വന്നപ്പോൾ 26,000 വോട്ട് പിടിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ ഫൈറ്റ് മാറ്റിവെച്ചിട്ട് സെലിബ്രിറ്റികളെ തേടുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഒരു വേറിട്ട ഒരു മത്സരം അവിടെ കാഴ്ചവെച്ച് മണ്ഡലം ഒന്നുകൂടി ഒരു മുന്നേറ്റം നടത്താൻ കഴിയുമോ ഒരു ആലോചനയൊക്കെ ആയിരിക്കണം. സ്മൃതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ മണ്ഡലത്തിൽ ഈ എറണാകുളം ജില്ലയിൽ ബി.ജെ.പി കുറച്ച് സീറ്റുകളിലേക്ക് മത്സരിക്കാൻ കൂടുതൽ സീറ്റുകൾ ഇത്തവണ 2020 വിട്ടു നൽകിയേക്കും. 2020 എൻ.ഡിയിലേക്ക് വന്ന സാഹചര്യത്തിൽ 8 സീറ്റുകൾ 2020 വേണം എന്നുള്ള ആവശ്യമാണ് അവർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ചിലപ്പോൾ ബി.ജെ.പി അത് ഉൾക്കൊണ്ടുകൊണ്ട് ബി.ജെ.പി കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകൾ 2020 കൈമാറിയേക്കും. ബി.ഡി.ജെ.എസ് കഴിഞ്ഞ തവണ 3 സീറ്റുകളിലാണ് മത്സരിച്ചത്. കോതമംഗലം, കളമശ്ശേരി, പറവൂർ. അത് തന്നെ വേണം എന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബി.ജെ.പിക്ക് മുൻതൂക്കമുള്ള മണ്ഡലങ്ങളിൽ അവർക്ക് നിൽക്കണം. ബാക്കിയുള്ള സീറ്റുകളിൽ വിട്ടുവീഴ്ച ചെയ്യാനുള്ള സാധ്യത. എറണാകുളത്തെ ബി.ജെ.പിയുടെ നീക്കങ്ങളാണ് ലേബി സുരേന്ദ്രൻ നൽകിയത്.